ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 2024 പുതിയ ടെക്സ്റ്റ് ബുക്കിൽ സംഖ്യാബന്ധങ്ങൾ എന്ന് പറഞ്ഞ 9ാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ 131 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. ചുവടെ പറയുന്ന സംഖ്യകളുടെ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ നോക്കൂ, ഫസ്റ്റത്തത് 40 അല്ലേ. 40 എന്ന് പറഞ്ഞത് ഒരു അഭാജ്യ സംഖ്യയല്ല. അഭാജ്യ സംഖ്യയാണെങ്കിൽ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എത്ര ഘടകങ്ങളുണ്ട് എന്ന് ഈസിയായിട്ട് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു സംഖ്യനെ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായിട്ട് എഴുതണം. എന്നിട്ട് വേണം നമുക്ക് അതിൽ എത്ര ഘടകങ്ങളുണ്ട് എന്ന് നോക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കൂ. നേരത്തെ ചാപ്റ്ററിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ 40 ഏത് സംഖ്യയൊക്കെയാണ് പോകാൻ നോക്കുക. 40 2 ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് 2 കൊണ്ട് നോക്കാം. 40 എത്ര രണ്ടാണുള്ളത്? 20 അല്ലേ. അപ്പോൾ താഴെ നമുക്ക് 20 എന്ന് എഴുതാം. ഇനി 20ലും 2 ഉണ്ട് അല്ലേ. 20 എത്ര 2 ഉണ്ട്? 10 2ആണ്. അപ്പോൾ അതിൻ്റെ താഴെ നമുക്ക് 10 എന്ന് എഴുതി കൊടുക്കണം. ഇനി 10ൽ 2 ഉണ്ട്. 10ൽ എത്ര 2 ഉണ്ട്? 5 2 അല്ലേ. 5 ഒരു അഭാജ്യ സംഖ്യ ആയതുകൊണ്ട് ഇനി അതിനെ ചെറുതാക്കേണ്ട ആവശ്യമില്ല. ഇനി നോക്കൂ, 40 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2 × 2 × 5 എന്ന് എഴുതാം അല്ലേ. അതായത് 2 3 തവണ ഉണ്ട്. 2⁻3. 5 ഒരു തവണയേ ഉള്ളൂ. 5 എന്നോ അല്ലെങ്കിൽ 5⁻1 എന്നോ നമുക്ക് എഴുതാം. ഇത് വെച്ചിട്ട് നമുക്ക് എത്ര ഘടകങ്ങളുണ്ട് എന്ന് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? നമുക്കറിയാം, ഇതിപ്പോൾ P⁻m × Q⁻n എന്ന് പറഞ്ഞ ഒരു രൂപത്തിലാണ്. അതായത് പിയും ക്യൂവും വ്യത്യസ്ത അഭാജ്യ സംഖ്യകളാണ്. എമ്മും എന്നും എന്താണ്? എണ്ണൽ സംഖ്യകളുമാണ്. അങ്ങനെയാണെങ്കിൽ P⁻m × Q⁻n ഉള്ളതിൽ എത്ര ഘടകങ്ങളുണ്ടെന്ന് കാണാൻ എന്ത് ചെയ്താൽ മതി? എമ്മുക്ക് 1 കൂട്ടുക, എനിക്ക് 1 കൂട്ടുക, എന്നിട്ട് അവ തമ്മിൽ ഗുണിക്കുക. എം എന്ന് പറയുന്നത് ഇവിടെ 3 ആണ്, എന്ന് പറഞ്ഞ ഇവിടെ 1 ആണ് അല്ലേ. അപ്പോൾ 3ക്ക് 1 കൂട്ടുമ്പോൾ 4ഉം 1ക്ക് 1 കൂട്ടുമ്പോൾ 2 ആയി. അപ്പോൾ 4 × 2 കണ്ടാൽ മതി. 4 × 2 എത്രയാ? 8 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അതായത് 40 എന്നുള്ള സംഖ്യയ്ക്ക് എത്ര ഘടകങ്ങൾ ഉണ്ടാവും? 8 ഘടകങ്ങളാണ് ഉണ്ടാവുക. ഇനി നോക്കൂ, 54 അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ. 54 നേരത്തെ ചെയ്ത പോലെ നമുക്ക് ഘടകങ്ങളാക്കിയിട്ട് മാറ്റുമ്പോൾ എങ്ങനെയാണ്? 54 എന്നുള്ളതിൽ 2 ഉണ്ട് അല്ലേ. എത്ര 2 ഉണ്ട്? 27 2ആണ് 54 എന്ന് പറഞ്ഞത്. അപ്പോൾ താഴെ 27 എന്ന് എഴുതി. 27 ഇനി 2 ഇല്ല. പിന്നെ ഏതാ ഉള്ളത്? 3 ഉണ്ട് അല്ലേ. അപ്പോൾ 3 കൊണ്ട് നോക്കുമ്പോൾ 27 എത്ര 3 ഉള്ളത്? 9 3 ആണ് 27. അപ്പോൾ നമ്മൾ താഴെ 9 എന്ന് എഴുതി. ഇനി 9ലും 3 ഉണ്ട്. എത്ര 3 ഉണ്ട്? 3 3 ആണ്. അപ്പോൾ 3 എന്ന് എഴുതി അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 54 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 54 എന്ന് പറഞ്ഞാൽ 2 × 3 × 3 × 3 ആണ്. ഒരു 2ഉം 3 3ഉം ആണുള്ളത് അല്ലേ. അതായത് 2⁻1 × 3⁻3. ഇനി എത്ര ഘടകങ്ങളുണ്ട് എന്ന് കാണാലോ. എങ്ങനെയാണ്? നേരത്തെ ചെയ്ത പോലെ തന്നെ P⁻m × Q⁻n എന്ന് പറഞ്ഞ രൂപത്തിലായിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഘടകങ്ങളുടെ എണ്ണം കാണാൻ എന്ത് ചെയ്താൽ മതി? m+1 × n+1 ആണ് കാണേണ്ടത് അല്ലേ. m എന്ന് പറഞ്ഞത് ഇവിടെ 1 ആണ്, n എന്ന് പറഞ്ഞത് 3 ആണ്. അപ്പോൾ എത്രയായിരിക്കും? m+1 എന്ന് പറഞ്ഞാൽ 1+1, n+1 എന്ന് പറഞ്ഞാലോ 3+1. 1+1 എന്ന് പറഞ്ഞാൽ 2, 3+1 എന്ന് പറഞ്ഞാൽ 4. 2 × 4 8 ഘടകങ്ങളാണ് 54നും ഉള്ളത് അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, 60 ആണ് അല്ലേ. 60നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെയാണ്? 60ൽ 2 ഉണ്ടല്ലോ. എത്ര 2 ആണ്? 30 2ആണ് 60. അപ്പോൾ 30 എന്ന് താഴെ എഴുതി. 30ലും 2 ഉണ്ട്. എത്ര 2 ഉണ്ട്? 15 2ആണ് 30. അപ്പോൾ 15 എന്ന് താഴെ എഴുതി. 15ൽ ഇനി 2 ഇല്ല അല്ലേ. 3 ഉണ്ടല്ലോ. എത്ര 3 ആണ്? 5 3 ആണ്. അപ്പോൾ 5 എന്നും താഴെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, 60 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 2 × 2 × 3 × 5 എന്ന് എഴുതാം അല്ലേ. 2 തവണ ഉണ്ട്. അതായത് 2⁻2. 3 ഒരു തവണയേ ഉള്ളൂ. അപ്പോൾ 3⁻1. 5 ഒരു തവണയാണ്. അപ്പോൾ 5⁻1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി എങ്ങനെയാണ് ഘടകങ്ങളുടെ എണ്ണം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓരോന്നിൻ്റെയും കൃത്യംഗങ്ങൾ കൂടെ ഒന്നുകൂടെ കൂട്ടിയിട്ട് അവ തമ്മിൽ ഗുണിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഓരോന്നിൻ്റെയും കൃത്യംഗങ്ങൾ ഏതൊക്കെയാണ്? 2 1 1 ആണ് അല്ലേ. ഇപ്പോൾ 2ക്ക് 1 കൂട്ടുമ്പോൾ 3 ആയി. 1ക്ക് 1 കൂട്ടുമ്പോൾ 2, വീണ്ടും 1ക്ക് 1 കൂട്ടുമ്പോൾ 2. അങ്ങനെ 3 × 2 × 2 കണ്ടാൽ മതി. 3 × 2 × 2 എത്രയാണ്? 12 ആണ് അല്ലേ. അപ്പോൾ 60 എന്ന് പറഞ്ഞ സംഖ്യയ്ക്ക് എത്ര ഘടകങ്ങൾ ഉണ്ടായിരിക്കും? 12 ഘടകങ്ങളാണ് ഉള്ളത്. ഇനി അടുത്തത് നോക്കൂ, 100 ആണ് അല്ലേ. 100ന് എത്ര ഘടകങ്ങളുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം 100നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ 100നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെയാണ് നോക്കൂ. 100ൽ 2 ഉണ്ട് അല്ലേ. എത്ര 2 ആണ്? 50 2ആണ് 100. താഴെ 50 എന്ന് എഴുതി. 50ലും 2 ഉണ്ട്. എത്രയാണ്? 25 2ആണ് 50. താഴെ 25 എന്ന് എഴുതി. 25ൽ 2 ഇല്ല, 3 ഇല്ല, 5 ആണുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് 5 എന്ന് എഴുതാം. അപ്പോൾ എത്ര 5 ആണ്? 5 5 ആണുള്ളത്. അപ്പോൾ 5 പിന്നെ താഴെ 5 എന്നും കൂടി എഴുതി. അപ്പോൾ 100 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 2 × 2 × 5 × 5 എന്ന് എഴുതാം അല്ലേ. 2 2 തവണയും 5 2 തവണയാണുള്ളത്. അതുകൊണ്ട് തന്നെ 2⁻2 × 5⁻2 എന്ന് എഴുതാം. ഇനി എത്ര ഘടകങ്ങളുണ്ട് നോക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്?
നേരത്തെയൊക്കെ ചെയ്ത പോലെ തന്നെ അവയുടെ കൃത്യങ്ങൾക്ക് ഒന്ന് കൂട്ടിയിട്ട് അവ തമ്മിൽ ഗുണിക്കുക. അപ്പോൾ 2/2 എന്ന് പറയുമ്പോൾ അവിടെ 2 കൃത്യമായിട്ട് വരുന്നത്. 5/2 പറയുമ്പോൾ അവിടെ 2 അല്ലേ. അപ്പോൾ 2 + 1 × 2 + 1 എന്ന് എഴുതിയാൽ മതി. ഇനി എന്താണ് 2 + 1 പറഞ്ഞാൽ 3 അപ്പോൾ 3 × 3 3 × 3 എത്രയാണ്? 9 അല്ലേ. അപ്പോൾ 100ന് എത്ര ഘടകങ്ങളാണുള്ളത്? 9 ഘടകങ്ങളാണുള്ളത്. ഇനി അടുത്തത് 210 അല്ലേ. 210നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെയാണ്? നോക്കൂ, 210ൽ 2 ഉണ്ട്. എത്ര തവണയാണുള്ളത്? 105 അല്ലേ. 105 2 210 എന്ന് പറഞ്ഞത്. 210ൻ്റെ പകുതി 105. ഇനി 105ൽ 2 അല്ല, 2 ഇല്ല അല്ലേ. പൂർണ്ണമായിട്ട് പോകില്ല, ശിഷ്ടം വരും. അതുകൊണ്ട് തന്നെ 3 ഉണ്ടോ നോക്കാം. 3 കറക്റ്റായിട്ട് പോകും. നോക്കൂ, 105ൽ എത്ര 3 35 3 105 എന്ന് പറഞ്ഞത്. അതായത് നമ്മൾ എങ്ങനെയാണ് നോക്കണത്? 10ൽ ആദ്യം നോക്കുക. 10ൽ 3 3 9 ശിഷ്ടം 1 ഉണ്ട്. 15ൽ നോക്കുക. 15ൽ 5 3 15 അങ്ങനെ 35 എന്ന് കിട്ടിയില്ലേ. ഇനി 35ൽ 3 ഉണ്ടോ നോക്കുക. അപ്പോൾ 2ഉം 3ഉം ഇല്ല. അപ്പോൾ 5 ഉണ്ട് അല്ലേ. എത്ര 5 ആണുള്ളത്? 7 5 35. അതായത് 7 എന്നും കൂടി എഴുതാം. ഇനി നോക്കൂ, 210 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 2 × 3 × 5 × 7 എന്ന് എഴുതാം അല്ലേ. എല്ലാം ഓരോ തവണയാണ് ഉള്ളത്. പിന്നെ 4 അഭാജ്യ സംഖ്യകളും ഓരോ തവണയാണുള്ളത്. അതായത് 2 × 3 × 5 × 7 ആണ് 210 എന്ന് പറയുന്നത്. ഇനി ഘടകങ്ങളുടെ എണ്ണം കാണാൻ എന്താ ചെയ്യുക? എല്ലാത്തിൻ്റെയും കൃത്യങ്ങളുടെ എണ്ണത്തേക്ക് 1 കൂട്ടിയിട്ട് അവ തമ്മിൽ ഗുണിക്കുക അല്ലേ. അപ്പോൾ 2ൻ്റെ കൃത്യങ്കം എന്ന് പറഞ്ഞത് 1, 3ൻ്റെത് 1, 5ൻ്റെത് 1, 7ൻ്റെത് 1. അതിക്കൊക്കെ 1 കൂട്ടുമ്പോൾ 2 × 2 × 2 × 2 എന്ന് കിട്ടും അല്ലേ. അതെത്രയാണ്? 2 × 2 4, 4 × 2 8, 8 × 2 16 അല്ലേ. അപ്പോൾ 2 × 2 × 2 × 2 എന്ന് പറഞ്ഞാൽ 16. അതായത് 210 എന്ന് പറഞ്ഞ സംഖ്യയ്ക്ക് എത്ര ഘടകങ്ങളുണ്ട്? 16 ഘടകങ്ങളാണ് ഉള്ളത്. ഓക്കെ അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണത്തിൽ നിന്ന് സംഖ്യയുടെ ചില സവിശേഷതകൾ പറയാൻ കഴിയും. ഘടകങ്ങളുടെ എണ്ണം 5 വരെ ചുവടെയുള്ള പട്ടികയിലുണ്ട്. തുടർന്ന് ഘടകങ്ങളുടെ എണ്ണം 10 വരെ എഴുതി പട്ടിക വലുതാക്കുക എന്നുള്ളത്. അപ്പം 5 വരെയുള്ളതിൻ്റെ പ്രത്യേകത താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ നമുക്ക് 6 മുതൽ 10 വരെ അങ്ങനെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്തൊക്കെയാണ് ഈ 5 വരെ എണ്ണത്തിൻ്റെ പ്രത്യേകത നോക്കൂ. ഘടകങ്ങളുടെ എണ്ണം 1 ആണെങ്കിൽ സംഖ്യയുടെ രൂപം എന്ന് പറഞ്ഞത് 1 അല്ലേ. 1-നാണ് ഒരു ഘടകം മാത്രമേ ഉള്ളൂ. പിന്നെ ഘടകങ്ങളുടെ എണ്ണം 2 ആണെങ്കിൽ ആ സംഖ്യ എന്തായിരിക്കും? അഭാജ്യ സംഖ്യ ആയിരിക്കും. അഭാജ്യ സംഖ്യക്ക് 2 ഘടകങ്ങളാണ് ഉണ്ടാവുക. ഇനി ഘടകങ്ങളുടെ എണ്ണം 3 ആണെങ്കിലോ അത് അഭാജ്യ സംഖ്യകളുടെ 2ാം കൃതി ആയിരിക്കും അല്ലേ. അഭാജ്യ സംഖ്യയുടെ 2ാം കൃതിക്ക് ഘടകങ്ങളുടെ എണ്ണം 3 ആയിരിക്കും. പിന്നെ ഘടകങ്ങളുടെ എണ്ണം 4 ആണെങ്കിലോ അഭാജ്യ സംഖ്യകളുടെ 3ാം കൃതി ആവാം, അതല്ലെങ്കിൽ 2 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം ആവാൻ പറ്റും. ഇനി ഘടകങ്ങളുടെ എണ്ണം 5 ആണെങ്കിലോ അഭാജ്യ സംഖ്യകളുടെ 4ാം കൃതി ആയിരിക്കും. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇനി നോക്കൂ, ഘടകങ്ങളുടെ എണ്ണം 6 ആണെങ്കിൽ സംഖ്യയുടെ രൂപം എന്ന് പറഞ്ഞത് എങ്ങനെയായിരിക്കും? അതൊരു അഭാജ്യ സംഖ്യയുടെ 5ാം കൃതി ആവാവുന്നെങ്കിൽ, അല്ലെങ്കിലോ ഒരു അഭാജ്യ സംഖ്യയുടെയും ഒരു അഭാജ്യ സംഖ്യയുടെ 2ാം കൃതിയുടെയും ഗുണനഫലം ആവാം. അഭാജ്യ സംഖ്യയുടെ 5ാം കൃതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബീജഗണിത രൂപം എന്താണ്? p⁻5 അല്ലേ. p എന്ന് പറഞ്ഞത് അഭാജ്യ സംഖ്യയാണ്. ഇനി അതല്ല, വേറൊരു ചാൻസ് പറഞ്ഞത് എങ്ങനെയാണ്? ഒരു അഭാജ്യ സംഖ്യയുടെയും ഒരു അഭാജ്യ സംഖ്യയുടെ 2ാം കൃതിയുടെ എന്നാണ് പറഞ്ഞത്. ഒരു അഭാജ്യ സംഖ്യയുടെ 2ാം കൃതി എന്ന് പറഞ്ഞാൽ p⁻2. പിന്നെ അഭാജ്യ സംഖ്യ എന്ന് പറയുമ്പോൾ അതിന് q എന്നും കൊടുക്കാം. അപ്പോൾ p⁻2 × q എന്നുള്ള ആ ഒരു രൂപത്തിലും ആവാം. p⁻2 × q എന്ന് പറഞ്ഞാൽ അതിൽ pയും q എന്താണ്? അഭാജ്യ സംഖ്യയാണ് അല്ലേ. ഇനി അതുപോലെ തന്നെ പിന്നെ അടുത്തത് ഘടകങ്ങളുടെ എണ്ണം 7 ആണെങ്കിൽ എങ്ങനെയാണ്? സംഖ്യയുടെ രൂപം എന്ന് പറഞ്ഞത് അഭാജ്യ സംഖ്യയുടെ 6ാം കൃതി ആയിരിക്കും അല്ലേ. ഘടകങ്ങളുടെ എണ്ണം 7 ആകുമ്പോൾ അത് അഭാജ്യ സംഖ്യയുടെ 6ാം കൃതി ആയിരിക്കും. അതിനെങ്ങനെയാണ് ബീജഗണിത രൂപത്തിൽ പറയുക? p⁻6 അല്ലേ. ആ ഒരു രൂപത്തിലാണ് അത് ഉണ്ടാവുക. p⁻6 അതിൽ p എന്ന് പറയുന്നത് എന്താണ്? അഭാജ്യ സംഖ്യയാണ്. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? ഏതൊക്കെ രീതിയിലാണ് നമുക്ക് എഴുതാൻ പറ്റുക എന്നുള്ളത്? നമുക്കിപ്പോൾ ഘടകങ്ങളുടെ എണ്ണം 6 ആണെങ്കിൽ നമുക്ക് എന്തായാലും അതിൽ നിന്ന് 5ാം കൃതി എന്തായാലും ഘടകങ്ങളുടെ എണ്ണം 6 ആണ് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു അഭാജ്യ സംഖ്യയുടെ 5ാം കൃതി 6 ആണെന്ന് പറയാൻ പറ്റും. 7 ആണെങ്കിലോ ഒരു അഭാജ്യ സംഖ്യയുടെ 6ാം കൃതിയാണെന്ന് പറയാം. അതായത് ഇത് 1 കുറച്ച് അതെന്തായാലും 1 ഉണ്ട്. പിന്നെ അടുത്തത് വേറെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു സംഖ്യ കിട്ടുന്നത് ഏതൊക്കെ 2 സംഖ്യകൾ ഗുണിച്ചാൽ ആ സംഖ്യ കിട്ടും നോക്കുക. 7ന് 7 അല്ലാത്ത വേറെ ഏതെങ്കിലും 2 സംഖ്യകൾ ഗുണിച്ചാൽ 7 കിട്ടുമോ? ഇല്ല അല്ലേ. അപ്പോൾ അതിന് നമുക്ക് വേറെ ഓപ്ഷനൊന്നും കിട്ടില്ല. പക്ഷേ 6 നമുക്ക് കിട്ടുന്നുണ്ട്. ഏതൊക്കെ സംഖ്യകൾ ഗുണിക്കുമ്പോഴാണ് 6 കിട്ടുന്നത്? 2 × 3 ആണ്. അപ്പോൾ 2 × 3 ആവുമ്പോൾ 2-ന്ന് 1 കുറച്ചത്, അതായത് 1 കൃത്യങ്കം 1 വരുന്നതും, പിന്നെ 2 × 3 അല്ലേ, 3-ന്ന് 1 കുറച്ചത് 2. അപ്പോൾ കൃത്യങ്കം 1 വരുന്നതും 2 വരുന്നതും ആയ സംഖ്യകളാവുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ആ ഘടകങ്ങളുടെ എണ്ണം 6 ആയിട്ട് വരുന്നുള്ളൂ അല്ലേ. നമ്മൾ കുറേ ചെയ്ത് നോക്കിയിട്ടാണ് ഘടകങ്ങളുടെ എണ്ണം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്കറിയാം അതിലേക്ക് 1 കൂട്ടി, കൃത്യങ്ങളുടെ എണ്ണത്തേക്ക് 1 കൂട്ടിയിട്ട് അവ തമ്മിൽ ഗുണിക്കുമ്പോഴല്ലേ. അപ്പോൾ നമുക്ക് ഇതിലും അങ്ങനെ ആ ഒരു രീതിയിൽ നോക്കിയിട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി ഘടകങ്ങളുടെ എണ്ണം 8 ആണെങ്കിൽ എങ്ങനെയായിരിക്കും?
സംഖ്യയുടെ രൂപം എന്ന് പറയുന്നത് ഒന്നുകിൽ അതിൽ നിന്ന് ഒന്ന് കുറച്ചത് കൃതിയായിട്ട് വരുന്നത്, അതായത് 7 അല്ലേ, 8 1 കുറച്ച് 7, അപ്പോൾ അഭാജ്യ സംഖ്യയുടെ 7ാം കൃതി ആവാം. 7ാം കൃതി എന്ന് പറയുമ്പോൾ p⁻7 അല്ലേ, p എന്ന് പറയുന്നത് അഭാജ്യ സംഖ്യയാണ്. ബീജഗണിത രൂപത്തിൽ എഴുതുമ്പോൾ p⁻7 എന്ന് എഴുതാം. ഇനി അതല്ലെങ്കിൽ വേറെ ചാൻസ് എന്താണുള്ളത്, 3 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം വരാം അല്ലേ. അപ്പോൾ എല്ലാത്തിൻ്റെയും കൃതികൾ ഓരോ 1 1 1 ആയിരിക്കും. അതിക്കൊക്കെ ഓരോന്നും കൂടെ കൂട്ടുമ്പോൾ 2 × 2 × 2 അങ്ങനെ 8 എന്ന് കിട്ടും അല്ലേ. ഘടകങ്ങളുടെ എണ്ണം 8 കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 3 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായാലും എന്ത് കിട്ടും, ഘടകങ്ങളുടെ എണ്ണം 8 ആയിരിക്കും. അതായത് ബീജഗണിത രൂപത്തിൽ പറയുമ്പോൾ p × q × r എന്ന് പറഞ്ഞ രൂപത്തിൽ പിയും ക്യൂവും ആറും എന്തായിരിക്കണം, അഭാജ്യ സംഖ്യ ആയിരിക്കും. ഇനി വേറൊരു ഓപ്ഷൻ എന്താണ്, ഒരു അഭാജ്യ സംഖ്യയുടെ 3ാം കൃതിയുടെയും ഒരു അഭാജ്യ സംഖ്യയുടെ ഗുണനഫലം വരുന്ന രീതിയിൽ, അതായത് ഒരു അഭാജ്യ സംഖ്യയുടെ 3ാം കൃതിയും വേണം, പിന്നെ ഒരു അഭാജ്യ സംഖ്യ, അവ തമ്മിലുള്ള ഗുണനഫലം വരുന്ന രീതിയിൽ, അതായത് p⁻3 × q എന്ന് വരുന്ന രീതിയിൽ അല്ലേ. ആ 3 എന്നുള്ളിലേക്ക് 1 കൂട്ടുമ്പോൾ 4ഉം ക്യൂവിൻ്റെ 1ക്ക് 1 കൂട്ടുമ്പോൾ 2, അങ്ങനെ 4 × 2 8 എന്ന് കിട്ടും. ഘടകങ്ങളുടെ എണ്ണം 8 എന്ന് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏത് രൂപത്തിലും കൂടെ എഴുതാൻ പറ്റും, p⁻3 × q എന്ന് പറഞ്ഞ ആ ഒരു രൂപത്തിലാണെങ്കിലും എന്തായിരിക്കും, ഘടകങ്ങളുടെ എണ്ണം 8 ആയിരിക്കും. ഇനി ഘടകങ്ങളുടെ എണ്ണം 9 വരുന്ന സംഖ്യയുടെ പ്രത്യേകത എന്താണ്, അത് ഒന്നുകിൽ അഭാജ്യ സംഖ്യയുടെ 8ാം കൃതി ആയിരിക്കും അല്ലേ, അതായത് p⁻8 ആയിരിക്കും. അതല്ലെങ്കിലോ 2 അഭാജ്യ സംഖ്യകളുടെ 2ാം കൃതികൾ തമ്മിലുള്ള ഗുണനഫലമായിരിക്കും അല്ലേ. ഏതൊക്കെയാണ്, p⁻2 q⁻2 എന്ന് പറഞ്ഞ ആ ഒരു രൂപത്തിൽ, p⁻2 × q⁻2, p യും q അഭാജ്യ സംഖ്യ ആകുമ്പോൾ എന്തായിരിക്കും, അതിൻ്റെയും ഘടകങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞത് 9 ആയിരിക്കും അല്ലേ. അതായത് ആ 2ക്ക് 1 കൂട്ടിയാലും 3 കിട്ടും, അടുത്ത 2ക്ക് 1 കൂട്ടിയാലും 3 കിട്ടും, 3 × 3 9 കിട്ടുമല്ലോ. അപ്പോൾ ഘടകങ്ങളുടെ എണ്ണം 9 ആവണമെങ്കിൽ ഈ 2 ഓപ്ഷനുകളാണുള്ളത്. ഒന്നുകിൽ അത് അഭാജ്യ സംഖ്യയുടെ 8ാം കൃതി ആയിരിക്കും, അതല്ലെങ്കിൽ 2 അഭാജ്യ സംഖ്യകളുടെ 2ാം കൃതികൾ തമ്മിലുള്ള ഗുണനഫലം ആയിരിക്കും. ഇനി ഘടകങ്ങളുടെ എണ്ണം 10 ആണെങ്കിലോ, അത് ഒന്നുകിൽ ഒരു അഭാജ്യ സംഖ്യയുടെ 9ാം കൃതി ആയിരിക്കും അല്ലേ, p⁻9 ആയിരിക്കും. അതല്ലെങ്കിലോ ഒരു അഭാജ്യ സംഖ്യയുടെ 4ാം കൃതിയും വേറൊരു അഭാജ്യ സംഖ്യയും തമ്മിലുള്ള ഗുണനഫലമായിരിക്കും, അതായത് p⁻4 × q എന്ന് പറയുന്ന ആ ഒരു രൂപത്തിലും ആവാം. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത പേജിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.